വാപ്പിക്ക് വലിയ ശിക്ഷ കൊടുക്കരുതേ. എനിക്ക് അമ്മായിയുടെ കൂടെ പോയാൽ മതി. അമ്മായാണ് എന്നെ നോക്കിയത്. പിതാവിന്റെ മർദ്ദനമേറ്റ് മനസ്സും ശരീരവും നൊന്തെങ്കിലും ആ കുഞ്ഞു മനസ്സിൽ ഉപ്പയോടുള്ള സ്നേഹം മുറിഞ്ഞിരുന്നില്ല. സംരക്ഷണം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അഭിപ്രായം തേടിയപ്പോഴാണ് ആ 4ാം ക്ലാസ്സുകാരി ഇങ്ങനെ പറഞ്ഞത്. കുട്ടിയെ ചേർത്തല മായിത്തറയിലെ സർക്കാർ ഹോമിലേക്ക് മാറ്റാൻ ആലോചിച്ചിരുന്നുവെങ്കിലും അമ്മൂമ്മയോടൊപ്പം പോകാനാണ് കുട്ടി ആഗ്രഹം അറിയിച്ചതെന്ന് ആലപ്പുഴ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ വസന്തകുമാരി അമ്മ പറഞ്ഞു. തുടർന്നാണ് കുട്ടിയുടെ സംരക്ഷണ ചുമതല അച്ഛനിൽ നിന്ന് അമ്മൂമ്മയിലേക്ക് മാറ്റിയത്. അമ്മൂമ്മയുമായുള്ള അമിത അടുപ്പമാണ് ചാരുമൂട്ടിൽ 4ാം ക്ലാസ്സുകാരിയെ പിതാവും രണ്ടാനമ്മയും മർദ്ദിക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് സൂചന. 2 മാസം മുൻപാണ് കുട്ടിയും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. അതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടിയുടെ പിതാവ് അൻസാറിന്റെ കുടുംബ വീടിനോട് ചേർന്നുള്ള താഴത്തെ പറമ്പിലാണ് പുതിയ വീട്. മാതാപിതാക്കൾ, അൻസാറിന്റെ കുടുംബം, അനുജന്റെ കുടുംബം തുടങ്ങിയവരെല്ലാം ഒരുമിച്ചാണ് പഴയ വീട്ടിൽ താമസിച്ചിരുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളതായി നാട്ടുകാർക്ക് അറിവില്ല. പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും ബഹളം കേട്ടിരുന്നെന്നും ഇവർ പറയുന്നു. അൻസാറിന്റെ മാതാവും കുട്ടിയും രാത്രി ഉറങ്ങാനായി പുതിയ വീട്ടിൽ പോകുമായിരുന്നു. എന്നാൽ അൻസാറിന്റെ ഭാര്യയുമായി വഴക്കുണ്ടായതോടെ അമ്മൂമ്മ ആ വീട്ടിലേക്ക് പോകാതെയായി. എങ്കിലും കുട്ടി ഉറങ്ങിയിരുന്നത് അച്ഛനും രണ്ടാനമ്മയ്ക്കും ഒപ്പമായിരുന്നു. അമ്മൂമ്മയുമായി കുട്ടി അടുപ്പം തുടർന്നത് ഇവർക്കും ഇഷ്ടപ്പെട്ടില്ല. അമ്മയില്ലാത്ത കുട്ടിയെ 7 ദിവസം പ്രായമുള്ളപ്പോൾ മുതൽ നോക്കിയത് അമ്മൂമ്മയായിരുന്നു. അതിനാൽ അമ്മൂമ്മയോടുള്ള അടുപ്പം കുട്ടിക്ക് ഒഴിവാക്കാനുമായില്ല. ഇതിനിടെ പഴയ വീട്ടിലേക്ക് കുട്ടി പോയതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് അയൽക്കാർ പറയുന്നു. ഇക്കാര്യം എഴുതിവെച്ച കത്തിലും കുട്ടി സൂചിപ്പിക്കുന്നുണ്ട്. അൻസാറിന്റെ ആദ്യ ഭാര്യയെക്കുറിച്ചും നാട്ടുകാർക്ക് പറയാനേറെ. മിടുക്കിയായിരുന്നു, വിദ്യാഭ്യാസമുള്ള കുട്ടി, പ്രണയ വിവാഹമായിരുന്നു. പ്രസവിച്ച 7ാം ദിവസമാണ് മരിച്ചത്. ശേഷം 17 ദിവസം കഴിഞ്ഞപ്പോൾ ഏതോ സർക്കാർ ജോലിക്ക് കത്തുവന്നു. പല പരീക്ഷകളും എഴുതി ജോലിക്കായി കാത്തിരിക്കുകയായിരുന്നു അവളെന്നും അയൽക്കാർ ഓർക്കുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മിടുക്കിയാണ് പെൺകുട്ടി. സ്കൂൾ ലീഡറാണ്. മുൻപെന്തെങ്കിലും പ്രശ്നമുള്ളതായി അറിവില്ല. LKG മുതൽ ഇവിടെ പഠിക്കുന്നു. എല്ലാത്തിനും മികവ് തെളിയിച്ചവൾ, സ്കൂളിന്റെ അഭിമാനം. അവൾക്കാണ് ഈ ദുരവസ്ഥ. അറിഞ്ഞപ്പോൾ തന്നെ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നുവെന്നും പ്രധാനാധ്യാപിക പറഞ്ഞു. ആദിക്കാട്ടുകുളങ്ങര, കഞ്ചിക്കോട്, പൂവണ്ണം തടത്തിൽ അൻസാർ, 2ാം ഭാര്യ ഷെഫിന എന്നിവരെ കുറിച്ച് സമീപവാസികൾക്ക് മോശം അഭിപ്രായമില്ല. കണ്ടാൽ പുഞ്ചിര തൂക്കി മറയുന്ന പ്രകൃതക്കാരാണ്. പക്ഷെ സംസാരമോ അടുപ്പമോ ഇല്ലായിരുന്നു. അൻസാറിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയായ 4ാം ക്ലാസ്സുകാരിയെയും 2ാം ഭാര്യയിലെ കുട്ടിയെയും ഒരുപോലെയാണ് നോക്കിയിരുന്നതെന്നാണ് അയൽക്കാർ പറയുന്നത്. ആദ്യ ഭാര്യയുടെ മരണശേഷം 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ബന്ധു കൂടിയായ ഷെഫിനയെ അൻസാർ വിവാഹം ചെയ്തത്. ആക്രി കച്ചവടം, സീസണുകളിൽ പഴവർഗ്ഗ വിൽപ്പന എന്നിങ്ങനെ പല തൊഴിലുകളാണ് അൻസാർ ചെയ്തത്. കൃത്യമായ വിവരം സമീപവാസികൾക്കുമില്ല. സ്കൂൾ അധികൃതർക്ക് മുന്നിൽ ഇരുവരും ഒരു കാര്യത്തിന് പോയിട്ടുമില്ല. 1 മാസം മുൻപ് കുട്ടിയുടെ കാലിലെ മുറിപ്പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴും സ്കൂൾ അധികൃതർ അൻസാറിനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. ഇതുവരെ കുട്ടിയുടെ ഒരാവശ്യത്തിനും ഇവർ എത്തിയിട്ടില്ല എന്നതും അൻസാറിന്റെ മാതാപിതാക്കളാണ് എത്താറുള്ളതെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു.